ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാനിക്കയനോ മാർത്തോമാസ് ലീവ എന്നൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ 3 വീഡിയോസിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് അവതരിപ്പിച്ചിരുന്നു. അതിലൊരു കാര്യം കൂടി ഇന്ന് അവതരിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ബാക്കിയുള്ളൊക്കെ നിങ്ങൾ പുസ്തകം വായിച്ച് മനസ്സിലാക്കുക. ഈ മാനിക്കയനാണ് മാർത്തോമാസ് ലീവ എന്ന ആരോപണം ആദ്യമായിട്ട് ഉടലെടുത്തത് എന്നാണ്. കേരളക്കരയിൽ എന്നാണ് ആദ്യമായിട്ട് ഉടലെടുത്തത്? അത് 1974 1974 ഒരു PV മാത്യു ആണ് അത് ആദ്യമായിട്ട് എഴുതിയത്. അത് അസീസി മാസികയിൽ അച്ചടിച്ചു വന്നു. ഈ അതേക്കുറിച്ച് ഈ ഈ മാനിക്കയൻ ആണ് മാർത്തോമാസ് ലീവ എന്നുള്ള ആ വിവാദം ഉടലെടുത്തതിനെ കുറിച്ച് ഡോക്ടർ തോമസ് മണ്ണൂരാൻ പറമ്പിൽ മാർത്തോമാസ് ലീവ മാനിക്കയനോ എന്നൊരു ലീഫ് ലെറ്ററിൽ അതിന് ചരിത്രം കൊടുക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് അദ്ദേഹം അവതരിപ്പിച്ചെന്ന് ആവർത്തിക്കുകയാണ്. മാർത്തോമാസ് ലീവായെ മാനിക്കയസുമായി ആദ്യമായി ബന്ധിപ്പിച്ചത് ഒരു PV മാത്യു ആണ്. അതും 1970-കളിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1974. മാർത്തോമ അൽത്തയും മാർത്തോമായും മാനിയും, സുഗന്ധനാട് നസ്രാണി ചരിത്രം, ചേരനാട് ചരിത്രം, കേരളത്തിലെ നസ്രാണികൾ എന്നിവയാണ് PV മാത്യുവിൻ്റെ പുസ്തകങ്ങൾ. സഭയെക്കുറിച്ച് മാത്രമല്ല ചരിത്രത്തെക്കുറിച്ചും സംസ്കൃതിയെക്കുറിച്ചും വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഈ PV മാത്യു അവതരിപ്പിക്കുന്നത്. അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് സൂചിപ്പിക്കാം. അപ്പം അങ്ങനെ ഈ എന്തുകൊണ്ടാണ് ഈ 1974 ഇദ്ദേഹം അത് ഈ മാനിക്കയനാണ് മാർത്തോമാസ് ലീവ എന്ന് പറയാൻ കാരണം? 1959 റോമായിൽ നിന്നും അച്ചടിച്ച് നമുക്ക് നൽകിയ ഓർദോയിൽ, ഇതാണ് ആ ഓർദോ. ഈ ഓർദോയിൽ 1959 റോമായിൽ നിന്ന് അച്ചടിച്ച് നൽകിയതാണ്. ഇതിൽ മാർത്തോമാസ് ലീവ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാപ്പയുടെ പുറത്തും അങ്ങനെയൊക്കെ മാർത്തോമാസ് ലീവ ഉപയോഗിക്കണം. അതായത് സുറിയാനി കത്തോലിക്കരാണെങ്കിൽ സുറിയാനി കത്തോലിക്കരുടെ കുർബാനയിൽ മാർത്തോമാസ് ലീവ ഉപയോഗിക്കണം. ഇത് 1959 അച്ചടിച്ച് തന്നതാണ്. 1959 അന്ന് പൗത്തിൽ പിതാവ് മെത്രാനമായിട്ടില്ലെന്ന് ഓർക്കണേ. പൗത്തിൽ പിതാവാണ് മാനിക്കായും കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നൊക്കെയാണ് എറണാകുളത്ത് പറയണേ. അവർക്ക് ചരിത്രം അറിയില്ല, ദൈവശാസ്ത്രം അറിയില്ല, സുറിയാനി പാരമ്പര്യത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല, അഭിമാനവുമില്ല. അതാണ് അവരുടെ പ്രശ്നം. ഈ എറണാകുളത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ചരിത്രം അറിയില്ല, സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങൾ അറിയില്ല, സുറിയാനി സഭയോട് സ്നേഹമില്ല, ബഹുമാനമില്ല, അതിനെക്കുറിച്ച് അഭിമാനിക്കുന്നില്ല. മറിച്ച് അത് മുഴുവൻ മോശമാണെന്നുള്ള മട്ടിലാണ്. മുഴുവൻ മോശമാണ്. അവരുടെ ഏകൻ ന്യൂസോ സത്യദീപ് നോക്കി കഴിഞ്ഞാൽ സുറിയാനി സഭയ്ക്ക് എതിരായ സംഗതികളാണ് സുറിയാനിക്കാർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇന്ത്യയിൽ ഇരുന്നിട്ട് പാകിസ്ഥാനെ ഒറ്റക്കൊടുക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയണില്ലേ? പാകിസ്ഥാന് ശത്രു രാജ്യത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ശത്രു രാജ്യത്തിന്. ഇതുപോലെ സുറിയാനി കത്തോലിക്ക സഭയിൽ ഇരുന്നു കൊണ്ട് സുറിയാനി കത്തോലിക്ക സഭയ്ക്കെതിരെ നിലപാട് എടുത്തിരിക്കുന്ന ആളുകളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റക്കാരും ഈ പറഞ്ഞ വിമത വൈദികരും. കുറച്ച് വിമത മെത്രന്മാരും അവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ 59 ഈ ഓർദോയിൽ മാർത്തോമാസ് ലീവ ഉപയോഗിക്കണമെന്ന് അച്ചടിച്ച് വന്നു. 1962 അതായത് 3 വർഷം കഴിഞ്ഞപ്പോൾ സീറോ മലബാർ സഭയുടെ മൗലിക കുർബാന വീണ്ടെടുത്തു. ഇതെല്ലാം തൻ്റെ നിഗൂഢ പദ്ധതികൾക്ക് തിരിച്ചടിയാകുമെന്ന് ഭയന്ന കർദിനാൾ പാറേക്കാട്ടിൽ 1968 വത്തിക്കാനെ കബളിപ്പിച്ച് ഒരു കുർബാന തട്ടിക്കൂട്ടി. ലിറ്റർജി പ്രതിസന്ധി എന്ന് പറഞ്ഞ എൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ഇതിൻ്റെ ചരിത്രം മുഴുവൻ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ചു നോക്കാം, വായിക്കാം, പ്രചരിപ്പിക്കാം. ഈ കർദിനാൾ പാറേക്കാട്ടിലിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് 70കളിൽ, അപ്പോൾ 59, 62, 68, 70കൾ, ആ കണക്ഷൻ മനസ്സിലായോ? 70കളിൽ PV മാത്യു ഈ ആരോപണം ഉന്നയിച്ചത്. അത് ഏഷ്യയിൽ നിന്ന് മാത്രമല്ല, നമ്മൾ മാർത്തോമാസ് ലീവ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് ഈ ലിറ്റർജിയുടെ കാര്യങ്ങൾ പിന്നെയും 89, 86 മാർപ്പാപ്പ വന്ന് ഈ ഇപ്പം നമ്മൾ ഏകീകൃത കുർബാന എന്ന് പറയുന്ന, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തനത് രൂപത്തിൽ കോട്ടയത്ത് കുർബാന അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. 89 പകുതിയോളം രൂപതകൾ ഈ കുർബാന നടപ്പാക്കാൻ തുടങ്ങി. പക്ഷേ പകുതിയോളം രൂപതകൾ മാർപ്പാപ്പയൊക്കെ ധിക്കരിച്ചുകൊണ്ട്, അവരുടെ മെത്രാന്മാരെ അവർ ധിക്കരിച്ചുകൊണ്ട്, മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ട്, ഇപ്പം നമ്മൾ വിമത വൈദികരെ മാർപ്പാപ്പയെ ധിക്കരിക്കുന്നെന്ന് പറയണു. 99 പകുതിയോളം മെത്രാന്മാർ, സുറിയാനി കത്തോലിക്ക സഭയിലെ പകുതിയോളം മെത്രാന്മാരും മാർപ്പാപ്പയെ ധിക്കരിച്ചു. അപ്പോൾ അതിൻ്റെ ആ ശാപമാണ് ഇപ്പോഴും സുറിയാനി സഭയിൽ നടക്കുന്നത്. കുറേ മെത്രാന്മാർ മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ടിരുന്നു. മാർപ്പാപ്പയെ അനുസരിക്കണം എന്ന് വാദിച്ച എന്നെ
ധിക്കാരിയായിട്ടും അനുസരണക്കേട് ഉള്ളവനായിട്ടും മുദ്ര കുത്തി എന്നെ നാട് കടത്തിയെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചു. മാർപ്പാപ്പയെ അനുസരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കുറ്റക്കാരൻ, മാർപ്പാപ്പയെ ധിക്കരിച്ച മെത്രാന്മാര് നല്ലവര്. ഈ പ്രശ്നം 99 വളരെ രൂക്ഷമായിരുന്നു, വളരെ രൂക്ഷമായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് പട്ടം കിട്ടിയിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? മാർപ്പാപ്പയെ അനുസരിക്കണം, ഈ കുർബാന നടപ്പിലാക്കണമെന്ന് പറഞ്ഞ എന്നെ സഭാവിരോധിയായി, മെത്രാന്മാർ അനുസരിക്കാത്തവനായി, ധിക്കാരിയായി, അനുസരണക്കേട് കാണിച്ചെന്നും പറഞ്ഞിട്ട് മുദ്ര കുത്തി. ഞാനൊരു അനുസരണക്കേടും കാണിച്ചിട്ടില്ല, ഒരു ധിക്കാരവും ഞാൻ ചെയ്തിട്ടില്ല. മാർപ്പാപ്പയെ അനുസരിക്കണം മെത്രാന്മാർ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ മെത്രാന്മാര് മാർപ്പാപ്പയെ ധിക്കരിച്ചു. ആ മാർപ്പാപ്പയെ ധിക്കരിച്ച മെത്രാന്മാര് നല്ലവരും മാർപ്പാപ്പയെ അനുസരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ധിക്കാരിയുമായിട്ട് മാറി. ഇപ്പൊ തല തിരിഞ്ഞു. എന്താണ്? ഈ മാർപ്പാപ്പയെ അനുസരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് ഈ പറഞ്ഞ മെത്രാന്മാർക്കെല്ലാം അംഗീകരിക്കേണ്ടി വന്നു. അവരുടെ രൂപതകളൊക്കെ ഏകീകൃത കുർബാന നടപ്പാക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു ആനന്ദം, സത്യം ജയിച്ചതിൻ്റെ ആനന്ദം, ഇത്ര നാൾ പടവെട്ടിയതിൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ വിജയം കണ്ടതിൻ്റെ ആനന്ദം എൻ്റെ ഉള്ളിലുണ്ട്. അത് തകർക്കാനായിട്ട് ആർക്കും കഴിയില്ല. കാരണം അത് പരിശുദ്ധാത്മാവ് നൽകുന്ന സത്യം വിജയിക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദമാണ്. പോട്ടെ, ഈ 99 ഈ 89 പകുതിയോളം പള്ളികളിൽ, രൂപതകളിൽ ഈ മാർത്തോമാ സ്ലീഹ ഉപയോഗിക്കുകയും കുർബാന നടപ്പാക്കുകയും ചെയ്തപ്പോൾ അപ്പം മറ്റൊരു PK മാത്യു, ആദ്യം PV മാത്യു ആയിരുന്നു, ഇപ്പോൾ ഒരു PK മാത്യു ഏറ്റുമാനൂര്, അങ്ങൊരു 91 അസീസി മാസികയിൽ ഈ സ്ലീവ വിവാദത്തിന് വീണ്ടും തിരികൊളുത്തി. എന്താ കാര്യം? ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, 89 മുതൽ പലയിടത്തും പല രൂപതകളിലും ഏകീകൃത കുർബാന വന്നു, മാർത്തോമാ സ്ലീഹ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം അതിനെ തകർക്കണം. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. 1963 വരെ, ഏറ്റുമാനൂരാണ് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്, അതിരമ്പുഴ പള്ളിയുടെ അടുത്താണല്ലോ ഈ ഏറ്റുമാനൂര്. 1963 വരെ അതിരമ്പുഴ പള്ളിയിൽ മതബഹയിൽ മാർത്തോമാ സ്ലീഹയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സീറോ മലബാർ സഭയിലാകെ എറണാകുളത്തെ കർദിനാൾ പാറേക്കാട്ടിന് സ്വാധീനം നിറഞ്ഞു നിന്നിരുന്ന കാലത്ത് മാർത്തോമാ സ്ലീഹ എടുത്തു മാറ്റുകയും പകരം ക്രൂശിത രൂപം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു അതിരമ്പുഴ. ഇക്കാര്യം ക്രൂശിത രൂപം നിർമ്മിച്ചു കൊടുത്ത ചമ്പക്കുളം GO ഫൈൻ ആർട്ട് ആ കുരിശിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1988 ഏപ്രിൽ മാസം 21-ാം തീയതി ക്രൂശിത രൂപം മാറ്റി വീണ്ടും മാർത്തോമാ സ്ലീഹ പുനഃപ്രതിഷ്ഠിച്ചു. 63 വരെ മാർത്തോമാ സ്ലീഹയായിരുന്നു, അത് മറ്റ് ക്രൂശിത രൂപം വെച്ചു കർദിനാൾ പാറേക്കാട്ടിൽ പറഞ്ഞിട്ട് വീണ്ടും 1988 ഈ മാർത്തോമാ സ്ലീഹ അവിടെ പുനഃപ്രതിഷ്ഠിച്ചു. അങ്ങനെ പള്ളിയുടെ പൗരാണികതയിലേക്ക് തിരിച്ചുപോയി. മാർത്തോമാ സ്ലീഹയെക്കുറിച്ചുള്ള ധാരാളം പ്രബോധനം നൽകപ്പെട്ടിരുന്നത് കൊണ്ട് അതിരമ്പുഴ ഇടവക്കാർ അത് അംഗീകരിച്ചു. 1987-88 പുനഃപ്രതിഷ്ഠ നടത്തണേ ഈ മാർത്തോമാ സ്ലീഹ. ഒരു കൊല്ലം മുമ്പ്, ഒരു കൊല്ലത്തോളം അതിരമ്പുഴ പള്ളിയിൽ ഞായറാഴ്ചയുള്ള വേദപാഠം പഠിപ്പിച്ചിരുന്നു. ഞാനന്ന് വടവാതൂർ സെമിനാരിൽ ചെമ്മാച്ചനായിരുന്നു. ഞാൻ ഒരു വർഷമാണ് ചെമ്മാച്ചൻ എന്ന നിലയിൽ വേദപാഠം പഠിപ്പിച്ചിരുന്നത്. സാധാരണ ചെമ്മാച്ചന്മാർക്ക് 2 കൊല്ലം കിട്ടും. എന്നെ പിന്നത്തെ കൊല്ലം പ്രൊക്യൂറേറ്ററായിട്ട് നിയമിച്ചത് കൊണ്ട് പ്രൊക്യൂറേറ്റർമാർക്ക് ധാരാളം പണി കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് ഒരു വർഷമാണ് വേദപാഠം പഠിപ്പിക്കാനായിട്ട് അവസരം കിട്ടിയത്. അത് അതിരമ്പുഴ പള്ളിയിലാണ്. 1987-88 മാർത്തോമാ സ്ലീഹ അവിടെ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവിടെ ഇഷ്ടം പോലെ മാർത്തോമാ സ്ലീഹയെക്കുറിച്ചുള്ള പ്രബോധനം ഉണ്ടായിരുന്നത് കൊണ്ട് ഇടവകക്കാരെല്ലാവരും അത് സ്വീകരിച്ചു. എന്നാൽ ഇതെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 88 ഇത് പ്രതിഷ്ഠിച്ചു. 90 PK മാത്യുവിന്റെ നേതൃത്വത്തിൽ ഏതാനും പേര് മാർത്തോമാ സ്ലീഹയ്ക്കെതിരെ തിരിഞ്ഞു. കുരിശ് രൂപം തിരിച്ചു വെക്കണം ആവശ്യം പറ്റി മുന്നോട്ട് വന്നു. കുരിശ് രൂപത്തുള്ള സ്നേഹമായിരുന്നു അവരെ നയിച്ചിരുന്നതെങ്കിൽ 1988 തന്നെ അവരെ എതിർപ്പുമായി വരേണ്ടിയിരുന്നില്ലേ? അത് വന്നില്ല. ഇടവകയുടെ കൂട്ടായ്മയോട് യോജിക്കാതെ മാറി നിന്നിരുന്ന ഏതാനും പേരുടെ പകയല്ലാതെ മറ്റൊന്നും ഈ പതിപ്പിലുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ് ഇപ്പോൾ എറണാകുളം, അങ്കമാലി അതിരൂപതയിൽ ഒഴികെ ബാക്കി എല്ലാവരുടെയും ഏകീകൃത കുർബാന നടപ്പിലായി. ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏകദേശം നടപ്പിലായി. അപ്പോഴാണ് ഈ ജീവൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു നാസ്തികനെ, നിരീശ്വരവാദിയെ ഈ സുറിയാനി കത്തോലിക്ക സഭയുടെ ആളുകൾ തന്നെ കൊണ്ടുവന്ന് ഇരുത്തി ഈ ക്രിസ്തുധർമ്മത്തിൻ്റെതായ യാതൊന്നും ഈ മാർത്തോമാ സ്ലീഹ ഇല്ലെന്നും പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ഈ PV മാത്യു പിന്നെ PK മാത്യു, ഈ PK മാത്യുവിന് യുക്തിബോധമോ ചരിത്ര യുക്തിയോ തീരെ ഇല്ലെന്ന് വ്യക്തമാക്കാനായിട്ട് ചില കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. PK മാത്യുവിൻ്റെ ആദ്യത്തെ ആരോപണം, മാനിക്കയൻ മതക്കാർ തങ്ങളുടെ ദേവാലയങ്ങളിൽ വിശ്വാസികളെ വണക്ക വസ്തുവായി പ്രത്യേക പ്രതീകങ്ങളോട് കൂടി ഒരു തരം കുരിശ് പ്രതിഷ്ഠിച്ചു.
ആ കുരിശിന്റെ തനി പകർപ്പാണ് ഈയിടെ മാർത്തോമ കുരിശ് എന്ന പേരിൽ നമ്മുടെ ദേവാലയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. പി കെ മാത്യുവിന്റെ ലേഖനം അസീസി മെയ് 1991, പേജ് 24. ഈ പി കെ മാത്യുവിന്റെ പ്രസ്താവന തീർത്തും അടിസ്ഥാനരഹിതവും 100% അബദ്ധജടിലവുമാണ്. കുരിശെന്നല്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രതീകങ്ങൾ ആരാധനയ്ക്കായി മാനിക്കയരെ ഉപയോഗിച്ചിരുന്നില്ല. അവർ നമ്മുടെ ഏതാണ്ട് മുസ്ലിംസിനെ പോലെയാണ്. അവർ ഏതെങ്കിലും പ്രതീകങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്ന് ഇന്ന് വരെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. യാതൊരു രേഖകളും തെളിവുകളും കിട്ടിയിട്ടില്ല. രണ്ടാമത് പി കെ മാത്യുവിന്റെ അടുത്ത ആരോപണം, കുരിശിനടിയിലായി കാണിച്ചിരിക്കുന്നത് താമരപ്പൂവല്ല. നന്മയുടെ ലോകങ്ങളിലേക്ക് തിന്മയുടെ ആകർഷശക്തി കടത്തിവിടാതിരിക്കാൻ മാനി നിർമ്മിച്ച സംരക്ഷണ വലയങ്ങളുടെ പ്രതീകമാണ്. ഇതെയാണ് മകരജീവികൾ എന്ന് ജീവൻ മാത്യു പറയുന്നത്. അത് താമരപ്പൂവല്ല, മകരജീവികളാണ്. ഈ ഓണ്ടോളജിക്കൽ പ്രിൻസിപ്പിൾസ്, നന്മയുടെ ലോകം തിന്മയുടെ ലോകം എന്ന് പറയുന്ന രണ്ട് ലോകം, അതേക്കുറിച്ച് ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണെന്നാണ് ഈ താമരപ്പൂവല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാസ്തുവിൽ ബുദ്ധമതത്തിന്റെ സ്വാധീനം മൂലമാണ് താമര വന്നിരിക്കുന്നത്. എൻ്റെ ഈ പുസ്തകത്തിനകത്ത് തെളിവുകൾ സഹിതം ഒരുപാട് രേഖകളും തെളിവുകളും ചിത്രങ്ങളും സഹിതം ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. പി കെ മാത്യുവിന്റെ മൂന്നാമത്തെ ആരോപണം, കുരിശിന്റെ മുകളിലുള്ള പ്രാവ് സാക്ഷാൽ മാനി തന്നെയാണ്. അസീസി മാസികയിലെ ആ ലേഖനമാണ്. അദ്ദേഹം തുടരുന്നു, സുവിശേഷത്തിലെ പ്രാവരൂപം പരിശുദ്ധാത്മാവിന്റെ പ്രതിരൂപമായി മാനി അംഗീകരിച്ചതുകൊണ്ട് മാനിക്കായ മതസ്ഥർ മാനിയെ പ്രാവിന്റെ രൂപത്തിൽ ആരാധിച്ചിരുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. മാനിയുടെ അടയാളമെന്ന് പ്രാവെന്ന് അയാൾ അനുയായികളോ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. കേരളത്തിലെ 2 മത്തായിമാരാണ്, പി വി മാത്യുവും പി കെ മാത്യുവുമാണ് അങ്ങനെ ആദ്യമായിട്ട് അവകാശപ്പെട്ടത്. പിന്നെ അത് 74-ലും 91-ലും ഇപ്പോൾ 2025-ൽ ജീവൻ ഫിലിപ്പും. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നത് ഒരേ കൂട്ടര്, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. പി കെ മാത്യുവിന്റെ ഒരു ആരോപണം, രക്ഷാകര പ്രക്രിയയ്ക്ക് വേണ്ടി കുരിശുമരണം വരിച്ച മാനിയെ സ്മരിച്ചുകൊണ്ട് തന്നെ അനുയായികൾ ഉയർത്തിയ പ്രാവോട് കൂടിയ കുരിശ് പേർഷ്യൻ കുരിശ് എന്ന പേരിലാണ് ഈ നാട്ടിൽ അറിയപ്പെടുന്നത്. എത്ര വലിയ മണ്ടത്തരം എഴുന്നള്ളിക്കുന്നത്! ഈ മാനി കുരിശിലല്ല മരിച്ചത്, കാരാഗ്രഹത്തിലാണ്. പിന്നെ അദ്ദേഹത്തിന് തല വെട്ടിയെടുത്ത് നഗര കവാടത്തിലും തൂക്കുകയായിരുന്നു. ഇതിന്റെ തെളിവൊക്കെ ഞാൻ ഇന്നലെ ഹാജരാക്കിയതാണ്. കാരാഗ്രഹത്തിൽ മർദ്ദനമേറ്റ് മരിച്ച മാനിയെ കുരിശിലേറ്റിയ ആദ്യത്തെ വ്യക്തിയാണ് പി കെ മാത്യു. പിന്നെ പി കെ മാത്യു വീണ്ടും പറയാണ്, തങ്ങൾ നാഥന് വധിച്ച കുരിശ് ശിക്ഷർക്ക് നികൃഷ്ട വസ്തുവായിരുന്നു എന്നതാണ് സത്യം. അപ്പം എനിക്കൊരു ചോദ്യം, ഈ മാർത്തോമസ്ലിയോ വേണ്ട, തൂങ്ങപ്പെട്ട രൂപമുള്ള ക്രൂശിത രൂപമുള്ള കുരിശ് വേണമെന്നാണ് എറണാകുളം അങ്കമാലിക്കാർ വാദിക്കുന്നത്. ഈ നികൃഷ്ട വസ്തു വേണോ അവർക്ക് ആരാധനയ്ക്കായിട്ട്? പിന്നെ പാഹ്ലവി ലിഖിതത്തിനർത്ഥം, പല കാര്യങ്ങളുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുകയാണ്. ഈ എഴുതിയിരിക്കുന്നത് പാഹ്ലവി, മാർത്തോമസ്ലിയുടെ ചുറ്റും എഴുതിയിരിക്കുന്നത് പാഹ്ലവി ലിഖിതം. അതിൻ്റെ വെളിച്ചത്തിലാണ് ജീവൻ ഫിലിപ്പ് എന്ന് പറയുന്ന ആള്, ഈ നിരീശ്വരവാദി, ഇത് മാനിക്കൈൻ കുരിശാണെന്നൊക്കെ വാദിക്കുന്നത്. ഈ 40-ലധികം സ്വരങ്ങൾ പുറപ്പെടുവിക്കാൻ പാഹ്ലവി ഭാഷയിൽ ആകെ 14 അക്ഷരേ ഉള്ളൂ. അതിന് പല വാക്കുകളും ഉച്ചാരങ്ങളും എന്താണെന്ന് നിശ്ചയിക്കുക എളുപ്പമല്ല. ഒന്ന്, പിന്നെ നമ്മുടെ KM ഫ്രാൻസിസ് സാറ് പറഞ്ഞതുപോലെ ഇത് 7-ാം നൂറ്റാണ്ടിൽ അന്യം നിന്ന് പോയൊരു ഭാഷയാണ്. അത് വായിച്ചെടുക്കാൻ ഇന്ന് ആർക്കും അറിയില്ല. ജീവൻ ഫിലിപ്പിനും പറ്റില്ല, പി കെ മാത്യുവിനും പറ്റില്ല. അതുകൊണ്ട് ആ ലിപിയുടെ വെളിച്ചത്തിൽ ഇതൊക്കെ മാനിക്കൈനെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പൽമീറയൻ അക്ഷരമാലിൽ നിന്ന് രൂപം കൊണ്ടതാണ് മാനിക്കൈൻ ഭാഷ. സിറിയയിലെ പൽമീർ എന്ന സ്ഥലത്ത് ഉപയോഗിച്ചിരുന്ന അരാമിയ ഭാഷാഭേദമാണിത്. മാനിക്കൈസിന്റെ ഔദ്യോഗിക ഭാഷയായിരുന്നു ഇത്. ഈ പറഞ്ഞ മാനിക്കൈൻ ഭാഷ പൽമീറിയൻ ഭാഷയിൽ നിന്ന് രൂപം കൊണ്ട ഭാഷ. ഈ മാർത്തോമസ് ലീവ മാനിയുടെയോ മാനിക്കയുടെയോ ആയിരുന്നെങ്കിൽ മാനിയും മാനിക്കരും ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക ലിപിയും ഭാഷയും അല്ലേ അതിലുണ്ടാകേണ്ടത്? അല്ലാതെ ബുക്ക് പാഹ്ലവി എന്ന് പറയുന്ന പാഹ്ലവി ആണോ? ജീവൻ ഫിലിപ്പ് ചോദിക്കുന്നത് എന്തുകൊണ്ട് സാൾട്ടർ പാഹ്ലവിയിൽ ഈ മാർത്തോമസ് ലീവയിൽ എഴുതിയില്ല, എന്തുകൊണ്ട് ബുക്ക് പാഹ്ലവിയിൽ എഴുതിയെന്ന ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. സാൾട്ടർ പാഹ്ലവി എന്ന് പറഞ്ഞാൽ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ പകർത്തി എഴുതാൻ വേണ്ടി ഉപയോഗിച്ച പാഹ്ലവി ഭാഷയാണ് സാൾട്ടർ പാഹ്ലവി, സങ്കീർത്തന പാഹ്ലവി. മാർത്തോമസ് ലീവ സങ്കീർത്തന പുസ്തകമാണോ? അല്ല. അതുകൊണ്ട് ബുക്ക് പാഹ്ലവി ഉപയോഗിച്ചു. എന്തുകൊണ്ട് മാനിക്കൈൻ ഭാഷ ഉപയോഗിച്ചില്ല? അവർക്കൊരു ഔദ്യോഗിക ഭാഷ ഉണ്ടായിരുന്നല്ലോ, പൽമീറിയൻ മാനിക്കൈൻ ഭാഷ. എന്തുകൊണ്ട് മാനിക്കൈൻ ഭാഷ ഉപയോഗിച്ചില്ല? അപ്പോൾ ഈ മാർത്തോമസ് ലീവ മാനിക്കൈൻ ആണെങ്കിൽ എന്തുകൊണ്ട് മാനിക്കൈസിന്റെ ഔദ്യോഗിക ഭാഷ ഉപയോഗിച്ചില്ല? ചുരുക്കത്തിൽ ഈ പറഞ്ഞ ആരോപണങ്ങൾ മുഴുവൻ
100% കെട്ടുകഥകളാണ്, ദുരാരോപണങ്ങൾ. അതിനാൽ ഈ പുസ്തകം നിങ്ങൾ വായിച്ച് പൈസയുണ്ടെങ്കിൽ കുറച്ച് പ്രചരിപ്പിക്കാനായിട്ട് പണം കൊടുത്ത് വാങ്ങിച്ച് നിങ്ങൾ ഇതൊന്ന് പ്രചരിപ്പിക്കണം. ഈ മാർത്തോമാ സ്ലീവായെ എതിർക്കുന്ന ഒരുപാട് പേര് പലയിടത്തും. ഞാൻ 2 കൊച്ചു സംഭവങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. ഞാൻ കൊച്ചച്ഛനായിരിക്കുന്ന സമയത്ത് ചാലക്കുടി ഫൊറോന പള്ളിയിൽ ഒരിക്കൽ പ്രസംഗിക്കാൻ വിളിച്ചു. അന്ന് ഞാൻ മാർത്തോമാ സ്ലീവായെ കുറിച്ചാണ് പ്രസംഗിച്ചത്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഡോക്ടറേറ്റ് എല്ലാം കഴിഞ്ഞ് വീണ്ടും ചാലക്കുടി പള്ളിയിൽ പോകേണ്ടി വന്നപ്പോൾ ഒരു അച്ഛൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, മാണിപ്പറമ്പിലച്ഛൻ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അതെ. അച്ഛൻ പണ്ട് മാർത്തോമാ സ്ലീവായെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എൻ്റെ കൂടെ ഇരുന്ന വേറെ കുറച്ച് അച്ഛന്മാരുണ്ടായിരുന്നു. ആ അച്ഛന്മാരെല്ലാം ഞെട്ടിപ്പോയി. അവരെല്ലാം മാർത്തോമാ സ്ലീവായെ എതിർക്കുന്നവരാ. ആ അച്ഛൻ്റെ അമ്മ പറയാണ്, ആ അച്ഛനും മാർത്തോമാ സ്ലീവായെ എതിർക്കുന്ന ആളാണ്, മാനിക്കാനാണെന്ന് പറഞ്ഞ്. പക്ഷെ അമ്മ ഞാൻ അന്ന് 10-15 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം ഒരു കാര്യമിലും വിട്ടുപോകാതെ എല്ലാ കാര്യം എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഒരു അനുഭവം. മറ്റൊന്ന്, ഞാനിരുന്ന പള്ളികളിലെല്ലാം മാർത്തോമാ സ്ലീവ് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് തന്നെയാണ് പിന്നീട് ഒരു പള്ളിയിൽ വികാരിയായിട്ട് വന്നത്. അവിടെ കുരിശടിയിൽ ഞാൻ മാർത്തോമാ സ്ലീവ് വെച്ചിരുന്നു. ആ മാർത്തോമാ സ്ലീവ് എന്തുകൊണ്ടാണെന്നും എന്താണെന്നൊക്കെ ഞാൻ ജനങ്ങളെ പഠിപ്പിച്ചതിന് ശേഷമാണ് വെച്ചത്. ഈ മാർത്തോമാ സ്ലീവ് എതിർക്കുന്ന അച്ഛനാണ് എൻ്റെ ക്ലാസ്മേറ്റ് അവിടെ പിന്നെ വികാരിയായിട്ട് വന്നത്. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഈ മാർത്തോമാ സ്ലീവ് എടുത്ത് മാറ്റണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെ. ജനങ്ങൾ അവിടെ പറഞ്ഞു, ഒരു കാരണവശാലും മാർത്തോമാ സ്ലീവ് എടുത്ത് മാറ്റാൻ പറ്റില്ല. കാരണം അതെന്താണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് മാണിപ്പറമ്പിലച്ഛനാണ്. അവസാനം പുള്ളിക്ക് അത് എടുത്ത് മാറ്റാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നോ, തോമസ് ലീയുടെ ഇത്രയേ ഉള്ളൂ ചെറിയൊരു രൂപം കൊണ്ടുവന്നിട്ട് ആ മാർത്തോമാ സ്ലീവയുടെ അടുത്ത് താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ജനങ്ങളെ ബോധവൽക്കരിച്ചാൽ, അച്ഛന്മാർക്ക് ബോധം ഇല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ബോധമില്ലാത്തതാണ് പ്രശ്നം. പിന്നെ അത് പഠിക്കാനായിട്ട് അവർക്ക് അത് പഠിക്കാനുള്ള എളിമയില്ല. ഇതൊന്ന് അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഒരു തുറവ് വേണ്ടേ? പിന്നെ സുറിയാനി സഭയുടെ സ്നേഹം വേണ്ടേ? ഇതില്ല. ജനങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങളെ മാർത്തോമാ സ്ലീവ് എടുത്ത് മാറ്റാൻ സംബന്ധിച്ച് ഇപ്പോഴും മാർത്തോമാ സ്ലീവ് അവിടെ ഇരിപ്പുണ്ട്. ഒരു 1.5 ആളുടെ പൊക്കത്തിൽ ആണ് ആ സ്ലീവ് വെച്ചിരിക്കുന്നത്, ഒരു കുരിച്ചടിയായിട്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കണം. അതിന് നിങ്ങൾ ഇപ്പോൾ ഈ ലിറ്റർജി പ്രതിസന്ധി ഉണ്ടായത് കൊണ്ടുള്ള നേട്ടം എന്താണ്? അൽമായർക്ക് സുറിയാനി സഭ എന്താണെന്ന് അറിയാം, ലിറ്റർജി എന്താണെന്ന് അറിയാം, അതിൻ്റെ പാരമ്പര്യങ്ങൾ അറിയാം. അപ്പോൾ അത് കർത്താവ് നൽകിയൊരു സുവർണ്ണ അവസരമാണ്. ഈ മാർത്തോമാ സ്ലീവായെക്കുറിച്ചുള്ള പുസ്തകവും ലിറ്റർജി പ്രതിസന്ധി എന്നുള്ള പുസ്തകവും നിങ്ങൾ പറ്റുമെങ്കിൽ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ പൈസ സ്പെയർ ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങിച്ച് നിങ്ങളുടെ ഇടവകളിൽ വിതരണം ചെയ്യണമെന്നും, അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പല ഗ്രൂപ്പുകൾ ചേർന്ന് ഒരു പുസ്തകം വാങ്ങിച്ച് അത് വായിച്ച് പഠിച്ച് നിങ്ങളൊരു കേഡർ പോലെ ആയിട്ട് മാറണമെന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിലേ ഈ മാർപ്പാപ്പയെ അനുസരിക്കാത്ത മെത്രാന്മാർ വന്നാൽ നമുക്ക് നോ പറയാൻ പറ്റണം. മാർപ്പാപ്പയെ അനുസരിക്കാത്ത മെത്രാൻ ഞങ്ങളുടെ എറണാകുളത്ത് വരണ്ട, മാർപ്പാപ്പയെ അനുസരിക്കാത്ത വികാരിയച്ഛൻ ഞങ്ങൾക്ക് വേണ്ട. ഇത് പറയണമെങ്കിൽ നമുക്കൊരു ആധികാരികത വേണം, അറിവ് വേണം, ദൈവത്തോടുള്ള ബന്ധം വേണം. ഇതിന് ഈ പുസ്തകം സഹായിക്കുമെന്ന് ഉറപ്പ് ഞാൻ തരുന്നു. നിങ്ങൾ ഈ പുസ്തകം വായിച്ച് പഠിച്ച് പ്രചരിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.